ഒരു വീടുണ്ടാവുക, വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ നമ്മുടെ റഹ്മാനിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഉസ്താദും കൂടിയിട്ട് കുറേ കാലമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു സ്ഥാപനമുണ്ട്. കുറേ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന സ്ഥലം. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊരു യതീമായ കുട്ടിയെ അവിടെ ഒരു അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ 2 ദിവസമായോ. അപ്പോൾ പുതിയ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാം, കുറച്ച് ബോളൊക്കെ വാങ്ങി കൊടുക്കാം, ആദ്യം കളിപ്പിക്കണമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് ചെന്നതാണ്. ഒരു 4 മണി സമയത്ത്, അസറിൻ്റെ സമയത്ത് അവിടെ എത്തി. മക്കളൊക്കെ കണ്ടു. അപ്പോൾ അതിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന യതീമായ ഒരു മകനുണ്ട്, ആസിഫ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വന്നു. ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു. വരുന്ന വഴിയിൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഞാൻ പോയിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു ഉസ്താദിന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് സന്തോഷമായി. അതിൽ ആസിഫ് എന്ന് പറയുന്ന മോൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നെഞ്ചു പൊട്ടിപ്പോണ സംഭവമാണ്. അവൻ യതീമാണ്, അവൻ്റെ വാപ്പ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ അവർ നിർബന്ധിച്ച് ഈ സ്ഥാപനത്തിനൊന്നാക്കിയാൽ ഉസ്താദ് ശരിക്ക് മക്കളെ എങ്ങനെ പരിചരിക്കും. പഠിപ്പിക്കുന്നതൊക്കെ പിന്നെയാണ്, നല്ല സ്നേഹമാണ്. എന്നെ 6.5 വർഷം പഠിപ്പിച്ച ഉസ്താദാണത്. അപ്പോൾ നല്ല സ്നേഹമാണ്. ആ സ്നേഹം ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 2 വർഷമായി ഇപ്പം മരണപ്പെട്ടിട്ട് ആ മോനെ അവിടെ എടുത്തു. ഇന്നലെ രാത്രിയിൽ മക്കൾക്ക് ബിരിയാണിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആരോ അങ്ങനെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ ഈ മകനും അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവനിങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. വല്ലാത്ത കരച്ചിലെന്ന ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ കരച്ചിലിങ്ങനെ സഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട്, ചെറിയ കുട്ടിയാട്ടോ, 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ കോളേജ് വിട്ട് നടന്നു പോയി എന്നാണ്. കോളേജിന്റെ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു. ഉസ്താദ് പുറകെ പോയി അവനെ പിടിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ, വാപ്പച്ചി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിച്ചു. അപ്പൊ ഞാനിവിടെ ബിരിയാണി കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മച്ചി അവിടെ ഇത് കഴിക്കുന്നില്ലല്ലോ, എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് ഓർത്തപ്പോൾ എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല എന്ന് 10 വയസ്സ് കഴിഞ്ഞ ഒരു മകൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ എന്നെ എങ്ങോട്ട് വന്നപ്പോൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, റബ്ബേ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണല്ലോ ഉസ്താദ് പറഞ്ഞത്. ഇതൊക്കെയാണ് ചില വീടുകളുടെ അവസ്ഥ, ചില കുടുംബങ്ങളുടെ അവസ്ഥ. അള്ളാഹു ഇങ്ങനെ തരുന്നതിന് വാരിക്കോരിയിട്ട് ഇങ്ങനെ സുഖിച്ച് രസിച്ച് ആനന്ദിച്ച്, എന്ത് പള്ളി, എന്ത് പുതിയ പള്ളി, എന്ത് പായിപ്പാട് പള്ളി, എന്ത് പ്രസംഗം, എന്ത് ഉദ്ഘാടനം, അവന്മാർക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞ് കൈ മലർത്താൻ തോന്നുന്നത്, ഈ നിഗളിപ്പ് തോന്നുന്നത് അള്ളാഹു കുറേയേറെ തന്നതുകൊണ്ടാണ്. ഒരു പിടി എവിടെയെങ്കിലും അള്ളാഹു തിരിച്ചു കൊളുത്തിട്ടൊരു പിടി പിടിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കരയുമായിരുന്നു. അതുകൊണ്ടാണ് അകലെ നിൽക്കാൻ, മാറി നിൽക്കാൻ, ദൂരെ പോകാൻ, വരാതിരിക്കാൻ, ഒഴിഞ്ഞു പോകാൻ അതിനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് പ്രതിസന്ധികളെ തന്നിട്ടില്ല, പ്രയാസങ്ങളെ തന്നിട്ടില്ല. വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ. വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്, എത്രയോ കാലങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട്. ഓരോ പെണ്ണിന്റെയും ജീവിതത്തിലെ വലിയ സ്വപ്നം എന്താ? കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഭർത്താവിനോട് പറയും, നമുക്ക് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രംഗം നിങ്ങൾക്കറിയാം. ഇസ്ലാമിന്റെ ശത്രുക്കള് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വലിച്ചടച്ചു കൊണ്ടുവരുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലൂടെ ഇരുമ്പ് പഴിപ്പിച്ച് മറുഭാഗത്തിലൂടെ വലിച്ചൂരിയെടുത്തിട്ട് മാംസം വെന്തുപോയ ഗന്ധം ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ വന്നു എന്ന് ചരിത്രം പറയുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ പെണ്ണെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല, പായിപ്പാട്ട പെങ്ങളെ നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിങ്ങൾ പറയുന്ന ത്യാഗത്തിന്റെ കണക്കെത്രയാ? റമളാൻ മാസത്തിൽ 20 മിനിറ്റ് കൊണ്ട് തീരുന്ന 20 റകഅത്ത് തറാവീഹിന്റെ കണക്കാണോ? നാണമില്ലേ പൊന്നുമോളെ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ടു എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? ശരീരത്തിന്റെ ഓരോ ഭാഗവും ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലും കണൽക്കരികളിലും വെന്ത് കരിഞ്ഞു പോയ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് അവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ പെണ്ണേ?
അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞാൽ, വിശുദ്ധ ഇസ്ലാമിനെതിരായിട്ട് നീ നിലകൊണ്ടാൽ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മാളിക സൗധങ്ങളെ നിനക്ക് സമ്മാനിക്കാമെന്ന് പറയുമ്പോഴും ആസിയാ ബീവിക്ക് നിലവിൽ കൊട്ടാരമുണ്ടായിരുന്നു. കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുമ്പോൾ വെഞ്ചാമരം വീശുന്ന തോഴിമാരുണ്ടായിരുന്നു. പക്ഷേ ആസിയാ ബീവി റളിയല്ലാഹു അൻഹ എനിക്കെന്റെ പടച്ചവൻ മതി എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോൾ ആസിയാ ബീവി പടച്ചവനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. പടച്ചവരെ, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാഹ്, ഒരു വീട് തരണേ റബ്ബേ. എന്തൊക്കെ ചോദിക്കാമായിരുന്നു. സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ, സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ചോദിക്കാമായിരുന്നു. ഉടയാടകള്, ആഭരണങ്ങള്, തോഴിമാര്. അല്ലാഹുവേ, ജീവിതത്തിന്റെ എത്രയോ എത്രയോ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മുഴുവനും കരുണയുള്ള പടച്ചവനോട് ഈ കഷ്ടപ്പാടിന് പകരം ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ചോദിച്ചതൊരു വീടാണ്. എന്തേ കാരണമെന്നറിയോ? ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്, ഓരോ പെണ്ണിന്റെയും മനസ്സങ്ങനെയാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കാണ്, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ വേദന വരുന്നത് എപ്പോഴെന്നറിയോ ആയിഷ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദന എപ്പോഴെന്നറിയോ? പായിപ്പാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ? പായിപ്പാട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയോ? ഒരാളെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ വേദന മയ്യത്ത് അനുഭവിക്കാനുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ കഷ്ടപ്പെട്ട് വെച്ച അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, അവന്റെ സ്വന്തം വീടിന്റെ വാതിൽപ്പടിയുണ്ടല്ലോ, ആ വാതിലിലൂടെ അവന്റെ മയ്യത്ത് പുറത്തേക്ക് കൊണ്ടിറങ്ങിയാൽ അവന് താങ്ങാനാകാത്ത വേദനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പായിപ്പാട്ട സഹോദരിമാരൊന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിയുന്നത് മുതൽ ഭർത്താവിനോട് പറഞ്ഞതാ ഒരു വീട് വേണമെന്ന് പറഞ്ഞതാ. വീടിന്റെ രൂപം ഇങ്ങനെ മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ. വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെയാവണം, വീടിന്റെ റൂം ഇങ്ങനെയാവണം, വീടിന്റെ കസേര ഇങ്ങനെയാകണം, വീടിന്റെ അലമാര ഇങ്ങനെയാകണം, വീടിന്റെ സ്റ്റെയർ ഇങ്ങനെയാകണം, വീടിന്റെ കിച്ചൺ ഇങ്ങനെയാവണം. എന്റെ മുമ്പിലിരിക്കുന്ന പുരുഷന്മാരെക്കാൾ 100 ഇരട്ടി സ്വപ്നങ്ങളാണ് വീടിനെ കുറിച്ച് പെണ്ണിന് പറയാറുള്ളത്. അങ്ങനെ മനോഹരമായ ഒരു ഭവനം വെച്ചിട്ട് ആ ഭവനത്തിന്റെ അകത്ത് താമസിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഭവനത്തിന്റെ അകത്ത് സന്തോഷത്തോടെ താമസിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ആ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ മയ്യത്ത് കിടത്തുക, ആ വീടിന്റെ ഉമ്മറത്താ മയ്യത്ത് കൊണ്ടുവെക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു മനുഷ്യന് താങ്ങാനാകാത്ത വേദനയാണ് ആയിഷ. വീടിന്റെ പ്രധാന കവാടത്തിലൂടെ മയ്യത്ത് കൊണ്ടിറങ്ങിയ മക്കളെ, വാപ്പച്ചി പോട്ടടാ. പെണ്ണിനോട്, ഉമ്മയോട്, വാപ്പയോട് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് മയ്യത്ത് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട്. അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു വെച്ച വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി മടക്കമില്ല, ആ വീട്ടിലേക്ക് ഇനി താമസമില്ല. അവന്റെ കട്ടിലില്ല, അവന്റെ കസേരയില്ല, അവന്റെ ലൈബ്രറി ഇല്ല, അവന്റെ അലമാരയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, ഇതാണൊരു മയ്യത്തിന്റെ നീറുന്ന വേദനയെന്ന് പറയുമ്പോ പായിപ്പാട്ടുകാര് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ജീവിച്ചു കൊതിതീരാത്ത, താമസിച്ചു കൊതിതീരാത്ത വീട്ടിന്റെ അകത്ത് നിന്ന് നിങ്ങളുടെ മയ്യത്ത് പുറത്തിറങ്ങുന്ന രംഗമൊന്ന് ചിന്തിക്കണം. ബഹുമാനനായ നാസറുദ്ദീൻ നദവി എന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ സിറാജുദ്ദീൻ ഖാസിനിയുടെ മറ്റൊരു ജ്യേഷ്ഠനാണ്. എന്നോട് വിളിച്ചു പറഞ്ഞതാ, ബാക്കവി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫഖറുദ്ദീൻ എന്ന മരണപ്പെട്ടു പോയ കൂടപ്പുറപ്പൊരു വീട് വെച്ച്
വെച്ചിരുന്നു. ഒരു മനോഹരമായ വീട്, ഒരുപാട് പണം മുടക്കി വെച്ച വീട്, തന്റെ ഭാര്യയും ഒറ്റ സന്തോഷത്തോടെ താമസിക്കണമെന്ന് അതിയായി ആരെയും പോലെ എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹിച്ചിരുന്ന വീട്. ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ, സന്തോഷത്തോടെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ദുആ ചെയ്യണേ സ്വർഗ്ഗത്തിന്റെ വീട് കിട്ടാൻ. സഹോദരിമാരെ, അല്ലാഹു തരുന്ന വീട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടില്ലായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നു, ഫാത്തിമ, താമസിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വീടില്ല. പുന്നാര ഹബീബിന് വീടുണ്ടോ? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ രൂപവും കോലവും ഭാവവും എന്തായിരുന്നു? പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിലതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളുടെ പൂങ്കുടിലാണേ, കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഖൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാണം, യാ റസൂലേ, അതിർപ്പൂവാം ബിലാൽ സ്വരനാദം, യാ റസൂലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര പ്രാവശ്യം ഞാൻ മുത്തു നബിയുടെ വീടിന് മുത്തം കൊടുത്തിട്ടുണ്ട് എന്ന് എണ്ണിയാ തീരൂലെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. എല്ലാരും പോയി കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് പോവാ. പള്ളിയിൽ നിന്ന് എല്ലാരും പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം ഉണ്ടാവും. അള്ളാന്റെ ഹബീബ് വീടിനകത്ത് കയറി ആ വാതിലടച്ച് തിരിച്ചു പോകാൻ നേരം വാതിലൊരു മുത്തം, ചുവരിലൊരു മുത്തം, എന്നിട്ടാണ് ഇങ്ങനെ വരിക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു സ്നേഹമായിരുന്നു പടച്ചോനെ. അപ്പൊ അവർ ആ വീടിന്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വീടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനാണ് വീട് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് പെണ്ണിന്റെ മനസ്സ് ഇങ്ങനെ പറയും, ആണിനല്ല. പക്ഷെ ഇവിടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ടെൻഷൻ എന്താണ്? മുത്തുനബിയുടെ കരളിന്റെ കഷണത്തെയാണ് എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാനാണ് അത് പരിഗണിക്കേണ്ടത്. ഏതൊരു പെണ്ണിനും ആദ്യം വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെ ആയിരിക്കും, അല്ലേ? മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചു, നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ല? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമേ ചായ ഉള്ളൂ, അവിടെ ആണുങ്ങൾക്ക് കൊടുക്കൂലേ ചായ? നിങ്ങൾ ഭാര്യങ്ങളോട് ഷാഫിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? വീട് വേണോ പറഞ്ഞിട്ടില്ല? വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തലാഖിലിട്ട് വേറെ ഒരെണ്ണം കിട്ടും, പെണ്ണായിരിക്കൂല. വീട് വേണമെന്ന് പറയാത്തവരുണ്ടാവൂല. എല്ലാ പെണ്ണിന്റെ ആഗ്രഹം. പിന്നെ കല്യാണത്തിന് ഇങ്ങനെ കഴിപ്പിച്ച് വിടുമ്പോ തന്നെ ഉമ്മ പെണ്ണിനോട് പറയും, ചെക്കന്റെ കൂടെ നിന്നോളണം, ഒരു പൈസയും പാഴാക്കി കളയരുത്, 2 മാസം കൊണ്ട് വീട് വെക്കണം, അവൻ സ്വർണം വിൽക്കണം എന്നൊക്കെ പറയും. ആ സമയത്തൊക്കെ നിന്റെ കയ്യിലാണ് മോളെ, പൊന്നു മോളെ, വിട്ട് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉമ്മാടെ ഒരു വലിയ ഉപദേശം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുക. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു 4-5 മാസം അങ്ങനെ കഴിയുമ്പോ രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ ഇങ്ങനെ പറയും, ഇവിടെ എക്കാൻ തന്നെയല്ലേ വിളിക്ക, അല്ലേ? അങ്ങനല്ല, മച്ചാന്ന് വിളിക്കൂലേ? മച്ചാന്ന് വിളിക്കൂലേ? നിങ്ങൾ സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നെഞ്ചു വിരിച്ചതിന്റെ കാര്യമൊന്നുമില്ല, സംസാരിക്കും, കുഴപ്പമൊന്നുമില്ല. പേരാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, സുബൈറന്ന് സുദീറന്ന്, അങ്ങനെയൊക്കെയാണ്. അല്ലാഹുവേ, മച്ചാനെന്ന് വിളിക്കുക. അതെങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, മച്ചാനെന്ന് വിളിക്കുന്ന എന്റെ മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മച്ചാനെ, എന്റെ മച്ചാനെ, പൊന്നു മച്ചാൻ, അങ്ങനെ അങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ എന്തോ വേണ്ടേ, മച്ചാന്നോ ഇക്കാന്നോ, ഇനി പേരാണെങ്കിൽ പേര്. ഇപ്പൊ അങ്ങനെ പേരാണല്ലോ പുതിയ സ്റ്റൈല്. ഉമ്മായ ആരിഫ എന്നാണ് ഉമ്മാന്റെ പേരെങ്കിൽ ആരിഫ കൊച്ചുകള്ളി, ഉമ്മായ അങ്ങനെ വിളിക്കാം. പണ്ട് പേടിയായിരുന്നു ഉമ്മായ പേര് വിളിക്കാൻ, അല്ലേ? എന്റെ ആരിഫ അറിയാൻ. അങ്ങനെയാണ് മദേഷ് ഡേക്ക് ഉമ്മാക്ക് കത്തെഴുതാണ് വാട്സപ്പിലൂടെ.
എന്റെ സുബൈദ അറിയാൻ ഒരു സ്റ്റൈലാണ്. ഉമ്മാടെ പേര് വിളിച്ചാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല, ഉമ്മയെയും വാപ്പയെയും കളിയാക്കിയാൽ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവൂല. പഠിച്ചു വെച്ചോളൂ. ഉമ്മയുടെ പേര് വിളിച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവൂല. അതോടുകൂടി കഴിഞ്ഞു. പുതിയ സ്റ്റൈലാണ്. അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ബറക്കത്ത് ചുവന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കൂല. അതുപോലെ ഉമ്മയും വാപ്പയും കളിയാക്കുന്ന കുറെ മക്കളുണ്ട്, ഒരു ബറക്കത്ത് വരെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാക്കട്ടെ. അപ്പൊ പെണ്ണിനാണ് ആദ്യം ആഗ്രഹം വരിക. അപ്പൊ പെണ്ണിങ്ങനെ ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കും, അച്ഛനെ ഉറങ്ങിയോ? ഇല്ലടി, എന്താ ഈ പാതിരാത്രി നീ ഉറക്കൂല എന്നെ? അല്ല, എനിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണില്ല മച്ചാനെ. മനസ്സറിഞ്ഞിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയണില്ല. ഉമ്മായും വാപ്പായും മക്കളും പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ വാലൂരത്തെ 3-4 കിടന്ന് ഓട്ടും ആകെ ബഹളം. ഇവിടെ എനിക്ക് ഒരു പ്രൈവസി ഇല്ല. ഒരു വീടുണ്ടെങ്കിലേ ഈ ലൈലാര സ്നേഹം എന്തെന്ന് ഈ ഒരു സാധനം മച്ചാന് കിട്ടിയാലുണ്ടല്ലോ, എപ്പ വീട് വെച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് താത്തമാരെ കഴിവ്. അവനെങ്ങനെ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ചായ കുടിക്കുമ്പോ ഉമ്മ എന്താ മോനെ എങ്ങനെ ആലോചിക്കുന്നത്? ഇല്ലമ്മ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവും അവള് സാധനം സെറ്റാക്കിയിട്ടുണ്ട്, അതിന്റെ വർക്കാണ്. ഇപ്പൊ രാവിലെ ചായ കുടിച്ചപ്പോ മകൻ എങ്ങനെ വല്ലാത്ത അഗാധമായ ചിന്തയിൽ എങ്ങനെ പോകും, പടച്ചോനെ എവിടെ നിന്ന് പലിശക്ക് എടുക്കുമല്ലോ, അങ്ങനെ ചിന്തിക്കും. ഏത് മേശരി ഏൽപ്പിക്കും? എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്താര സ്വപ്നമല്ല. ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും. ജുനൈദാടെ സ്റ്റെപ്പ് ഇങ്ങനെ, ലൈലാടെ സ്റ്റെയർ ഇങ്ങനെ, സീനാടെ കിച്ചൺ അങ്ങനെ, ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും. ഇയാളെ കൊണ്ടത് താങ്ങോ? എന്നാലും പാവപ്പെട്ടം വിചാരിക്കും, നേരത്തെ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിയിട്ട് വീടെങ്കിൽ വീടെന്ന് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം മെനക്കെടും. അങ്ങനെ എന്തായാലും വീടുണ്ടാക്കും. ഓരോ പെണ്ണിന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ? നീ ഒന്ന് സഹകരിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ. ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞു കൊള്ളാതെ കിടന്നുറങ്ങാൻ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയും, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്വഹാബിക്ക് 2 വീടുണ്ട് ഫാത്തിമ. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, താമസിക്കുന്നില്ല. നീ ഒന്ന് മുത്തുനബിയോട് പോയി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അത് നമുക്ക് വാങ്ങിത്തരും. ഒരു പൈസയും കൊടുക്കണ്ട, നമുക്കതിൽ താമസിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളങ്ങോട്ട് പിടയാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? എനിക്കതിങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ അലിയാര് നിങ്ങളോട് പറയാൻ പറ്റുമോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിച്ചു പഠിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് പറഞ്ഞതിനു വേണ്ടി പ്രിയപ്പെട്ട മുത്തു റസൂലിന്റെ ചാരത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, മോളെ, സ്വർഗ്ഗത്തിൽ മരതകം കൊണ്ടുള്ള വീട് വേണോ? മാണിക്യം കൊണ്ടുള്ള വീട് വേണോ? മുത്തു പതിപ്പിച്ച വീട് വേണോ? സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ പൊന്നുമോക്ക് സ്വർഗ്ഗത്തിൽ വാപ്പച്ചി വീട് വാങ്ങിത്തരാ. ദുനിയാവിൽ വാപ്പയെ കൊണ്ട് കഴിയൂല മോളെ, ഒരാളോടും വാപ്പച്ചി ചോദിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മടങ്ങി വരികയാണ്. നിരാശയൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. 2 വീടുള്ള സ്വഹാബിയ വിവരമറിയുകയാണ്. ആ സ്വഹാബി ഓടി വരികയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, 2 വീടും എനിക്ക് വേണ്ട നബിയേ. അങ്ങയുടെ
നിങ്ങളുടെ പൊന്നുമോൾക്കൊരു വീട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ. അതുകൊണ്ട് ഒരു വീട് ഫാത്തിമാക്ക് ഇഷ്ടമുള്ള ഒരു വീട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് കൊടുക്കണം നബിയേ. അങ്ങനെ ഒരു വീട് കൊടുത്തു എന്റെ പായിപ്പാട്ടുകാരാ. ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു. ആ വീടാണ് മസ്കനുൽ വാസിയ. അതെങ്ങനെയാണ് മസ്കനായത്? അതെങ്ങനെയാണ് വാസിയായത്? അതെങ്ങനെയാണ് ബറക്കത്തായത്? അതെങ്ങനെയാണ് റഹ്മത്തായത്? അതെങ്ങനെയാണ് ഐശ്വര്യങ്ങളുടെ അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത്? പട്ടിണിക്ക് കുറവില്ലായിരുന്നു, പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പരാതിയില്ലാത്ത പരിഭവമില്ലാത്ത വീടായിരുന്നു. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഫാത്തിമ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഫാത്തിമ? ആദ്യമായാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് അങ്ങനെ ചോദിച്ചാൽ അവർക്ക് വലിയ സങ്കടമാണ്. ഞാൻ നിങ്ങൾ കഴിച്ചെന്നാ കരുതിയത്. പിന്നെ പെട്ടെന്ന് അടുക്കളയിൽ ഒരു വെപ്രാളമാണ്. ഭർത്താവ് നാവെടുത്ത് ചോദിച്ചതല്ലേ. ഇനി ഭർത്താവിന് എന്തെങ്കിലും മാവ് കൊണ്ടൊരു പുട്ടോ അപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, പൂനിലാവുദിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ ഇപ്പോഴെന്തിനാണ് കരയുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലിയേ, നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ. ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു സംശയം പറയാനുണ്ട് ഫാത്തിമ. നിനക്ക് എങ്ങനെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത്? എത്ര പട്ടിണി കിടന്നാലും, എത്ര ദാരിദ്ര്യമാണെങ്കിലും, എത്ര കഷ്ടപ്പാടാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത്? തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പായിപ്പാട്ട പെണ്ണിന്റെ മനസ്സ് കിടുകിടുക്കേണ്ട വാക്കാണ്. എന്റെ പായിപ്പാട് പള്ളിയുടെ തിരുമുറ്റത്ത് വന്ന് അള്ളാന്റെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും നെഞ്ചിനകത്ത് പതിപ്പിച്ചു വെക്കേണ്ട വാക്കാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എനിക്കൊരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ചൊല്ലാത്ത ഒരു ദിവസം പോലും നിക്കാഹ് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഗുഡൻസ് പറഞ്ഞു കൊടുക്കണം. അല്ലാഹ്, മുത്തുനബി നിക്കാഹിന് മുമ്പ് എനിക്ക് പറഞ്ഞു തന്നൊരു ദുആ, ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നാൽ മരിക്കുവോളം എന്നും പറയാനുള്ള ഒരു ദുആ. ആ ദുആ എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഞാൻ തളരൂല എന്ന് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ.